BJP സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റുന്നില്ല, കാരണം സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ കൗൺസിലർമാരുണ്ട്, ഇവരിൽ പലരും സീറ്റ് കിട്ടുമായിരിക്കും. ഇനി സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ആരും വിഷമത്തിനും സങ്കടത്തിനും ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ നമുക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായും. അപ്പൊ നമ്മളുടെ ഈ ദേശപ്പൂര് വണ്ടിയിൽ ഇന്നിപ്പോൾ ആദ്യം കയറിയിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP നേതാക്കളാണ്. അപ്പൊ നിലവിലെ 2 കൗൺസിലർമാരും നമുക്കൊപ്പം ഉണ്ട്. അപ്പോ എങ്ങനെയാണ് ഉഷാറ് ഇവാലെ? ശശികുമാർ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്, നിലവിലെ കൗൺസിലറാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി നിൽക്കുന്ന മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആണോ? അപ്പൊ അത് മുനിസിപ്പാലിറ്റി കയ്യിൽ നിന്ന് പോയാ ഉത്തരം പറയേണ്ടി വരുന്നത് ശശികുമാറും കൂടി ആയിരിക്കും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ നെഞ്ചിലെങ്കിലും? ഒരു ടെൻഷനില്ല. ബീഹാറിലെ ഗോതമ്പ് പാടങ്ങളിൽ താമരപ്പൂക്കാലം വന്ന പോലെ പാലക്കാട് നെൽവയലുകളിൽ മൂന്നാമതും താമരയുടെ പൂക്കാലം ഉണ്ടാവും. ഉണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ താമരപ്പാടം ഉണ്ടാവും എന്നുള്ളതാണ്. ഉറപ്പാണോ? 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ 28 സീറ്റാണ് നേടിയിരുന്നത്. ഇപ്രാവശ്യം 35-ലധികം സീറ്റ് നേടിയിട്ട് 3-ാം വട്ടവും BJP മുനിസിപ്പാലിറ്റി ഭരിക്കുക തന്നെ ചെയ്യും. 53 വാർഡുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ളത്. പാലക്കാടും പന്തളവുമാണ് കഴിഞ്ഞ തവണ BJP പിടിച്ചത്. അപ്പോൾ ഇക്കുറി പാലക്കാട് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലനിർത്തുക അല്ല, ഞങ്ങൾ സീറ്റ് കൂട്ടും എന്നാണ് പറഞ്ഞത്. 28-ൽ നിന്ന് 35 കിട്ടുമ്പോൾ തന്നെ ചോദിക്കാം. BJPക്ക് അകത്തും വലിയ രീതിയിൽ വിഭാഗതയുണ്ട്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഏകദേശം അന്തിമ പട്ടികയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഞങ്ങള് മറ്റ് മുന്നണികളുടെ ഒരു ചില അസ്വാരസ്യങ്ങളുണ്ട്, അതുകൂടി മുതലെടുക്കാൻ വേണ്ടി കാത്തിരിക്കും. അതാണ് ശിവരാജൻ എന്ത് ചെയ്യും? അതെ, ഇത് ശിവരാജൻ സംഘടന തീരുമാനിക്കും. നാളെ റിസൾട്ട് മീൻസ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോ അറിയാം. കാത്തിരിക്കാം. ഈ അസ്വാരസ്യങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ടോ? BJPക്കുള്ള ഒരു അസ്വാരസ്യമില്ല. ഇപ്പൊ ഈ തിരുവനന്തപുരത്തേക്ക് ഇപ്പൊ ഒരു ആത്മഹത്യയുടെ വാർത്ത വന്നു, ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്ത വന്നു. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ പ്രവർത്തകർക്കിടയിൽ? അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമ ദൃഷ്ടിയോ? അത് വാർത്തയല്ലേ, അത് സംഭവിച്ചതാണ്. മറ്റു പല ശിവസേനയിൽ ജോയിൻ ചെയ്ത ആള് ശിവസേനയ്ക്ക് വേണ്ടി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നതാണ്. ആനന്ദ്. ഓ, അത് ശരി. തൃക്കണ്ണാപുരത്ത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരാള് ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് BJPയുടെ ഈ മുന്നേറ്റം കണ്ടിട്ട് തലയിൽ കെട്ടിവെക്കുന്ന ഒരു വിഷയം മാത്രം ജനങ്ങൾക്കറിയാം. ആത്മഹത്യാക്കുറിപ്പിൽ പോലും അവ്യക്തതകൾ ഉണ്ടല്ലോ, അപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു പക്ഷേ അത് പ്രതിരോധത്തിലാക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും പാലക്കാട് BJP ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതാണ്. 35 സീറ്റുകൾ സ്വന്തമാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള കൗൺസിലർമാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം. പേര്? മീനാക്ഷി. കൗൺസിലർ ഏത് വാർഡായിരുന്നു? ഇപ്പൊ ഞാൻ 9-ാം വാർഡാണ്. എന്റെ വാർഡാണ് 10 9 10 ആയിട്ട് മാറിയത്. ആത്മവിശ്വാസം ഉണ്ടോ? ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല 100% ഈ ഉണ്ടായ 2 വാർഡുകളും നമ്മൾ പിടിച്ചെടുക്കുമെന്നതിൽ യാതൊരു ആത്മവിശ്വാസം വരാനുള്ള കാര്യം എന്താ? ആത്മവിശ്വാസം, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും BJP കൗൺസിലേഴ്സ് ആയിട്ടോ BJP പ്രവർത്തകരും ചെല്ലുന്നത് ഒരു പ്രോഗ്രസ് കാർഡുമായിട്ടാണ്. അല്ലാതെ ഒരിക്കലും ഇന്നത് ചെയ്യാം ഒരുത്തരെ കുറ്റപ്പെടുത്തിയിട്ടോ മറ്റുള്ളവർ എന്ത് ചെയ്തില്ല പറഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ചെല്ലുന്നത്. എന്നെ സംബന്ധിച്ച് 100% നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു പോകുമ്പോൾ 100% ജനങ്ങൾ കൊടുക്കാൻ പറ്റും. ഒരു കൗൺസിലർ കൂടി ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയിൽ. ഇനി ഒരു കൗൺസിലർ കൂടി ഉണ്ടോ? ഇല്ല, ഒരു കൗൺസിലറാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? വിജയിക്കുമല്ലോ അല്ലേ? വിജയിക്കും, ഉറപ്പാണ്. 100% ഉറപ്പായിട്ട് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 35 സീറ്റ് നമ്മൾ അച്ചീവ് എന്ന് പറഞ്ഞാൽ 35 സീറ്റിൽ അച്ചീവ് ചെയ്ത് നമ്മൾ തന്നെ വരും എന്നുള്ളത്. ആ കോൺഫിഡൻസ് ആണ് BJPക്ക് ഉള്ളത്. അപ്പോൾ ദേശപ്പൂരിലെ കോൺഫിഡൻസ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 35 സീറ്റുകൾ വരെ പിടിച്ചെടുക്കും എന്നാണ് BJP പറയുന്നത്.